ഞാനിപ്പോ നിക്കണത് വെർട്ടിക്കൽ ഗാർഡനിലെ ആഫ്രിക്കൻ മല്ലിയുടെ കൃഷിയുടെ അടുത്താണ്. അപ്പൊ ഞാനിപ്പോ നട്ടേക്കണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഗാർഡനിലാണ് ആഫ്രിക്കൻ മല്ലി നട്ടേക്കണത്. കണ്ട നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വേണ്ട. അപ്പൊ വെർട്ടിക്കൽ ഗാർഡൻ ഉള്ളവർക്ക് നട്ട് വളർത്താൻ പറ്റിയതാണ്. ഇതേപോലെ നമുക്ക് ചെടിച്ചട്ടി ഒന്നും വേണ്ട. ചെറിയ ഇതേപോലത്തെ പോട്ടുണ്ടെങ്കിൽ നമുക്ക് ആഫ്രിക്കൻ മല്ലി നല്ല രൂപത്തിൽ വളർത്താം. അപ്പോൾ ആഫ്രിക്കൻ മല്ലിനെ പറ്റി അറിയാലോ. നമുക്ക് മല്ലിയിലക്ക് പകരം നമുക്ക് രസത്തിലും സാമ്പാറിലും ചിക്കനിലും ബീഫിലും ബിരിയാണിയിലൊക്കെ ചേർക്കുന്നതാണ് ആഫ്രിക്കൻ മല്ലി. നമ്മുടെ സാധാരണ മല്ലി നമുക്ക് പാകി മുളപ്പിച്ച് തൈ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ആഫ്രിക്കൻ മല്ലി എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താം. പെട്ടെന്ന് തന്നെ പോകുകയുമില്ല. നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഇതേപോലെ വെർട്ടിക്കലിൻ്റെ ബോട്ടിലൊക്കെ നടാൻ പറ്റിയതാണ് ആഫ്രിക്കൻ മല്ലി. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ ഇലകളൊക്കെ ഇരിക്കണുണ്ടല്ലേ, ഇതേപോലെയാണ് ഇലകളൊക്കെ ഇരിക്കണത്. നല്ല മണമാണ് കേട്ടോ. നമുക്ക് മല്ലിയിലേക്കാളും മണവും ഭയങ്കര ടേസ്റ്റൊക്കെയാണ് ആഫ്രിക്കൻ മല്ലിയുടെ ഇലകൾക്ക്. അപ്പം നമുക്ക് ചെറിയ പീസ് മതി നമുക്ക് കറികളിലൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്, കാണുമ്പോൾ തന്നെ ഭംഗിയാണ്. നമ്മളിപ്പോൾ ചെടികളൊക്കെ വെച്ച് നമുക്ക് വെറുതെ ഈ സ്ഥലം കളയണ നേരം കൊണ്ട് നമുക്കിത് ഒരു 5-6 ബോട്ടിൽ ആഫ്രിക്കൻ മല്ലി ഇതേപോലത്തെ പുതിന വിക്സ് തുളസി ഒക്കെ നമുക്ക് ഇതേപോലെ വളർത്താനായിട്ട് പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാൽ അറിയാലോ, യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഈ ആഫ്രിക്കൻ മല്ലി. അപ്പോൾ ആഫ്രിക്കൻ മല്ലിയുടെ ഒരു 3-4 ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കുടിച്ചാൽ മതി. എത്ര വലിയ യൂറിക് ആസിഡ് മാറിക്കിട്ടും. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻസൊക്കെയാണ് ഇവിടെ വന്ന് ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇലകളൊക്കെ മേടിക്കുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ തൈയും കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ മണ്ണും മാത്രം ഇട്ടാൽ മതി. വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് തൈ ഇതേപോലെ നട്ട് കൊടുക്കുക. കണ്ട ചെറിയ ഒരു പോട്ടിൽ നമുക്ക് നട്ട് വളർത്താനുള്ളൂ. കണ്ട ഒരു കൊച്ചു പോട്ടിൽ കുറച്ച് മണ്ണ് മതി ആഫ്രിക്കൻ മല്ലിയുടെ തൈ വളരാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം സ്ഥലവും വേണ്ട. ഒരു സ്ഥലവും നമ്മുടെ പോണില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ വളർത്താം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്തുകളുണ്ടാവും. ഇപ്പം ഇത് വളർന്ന് വരുമ്പോൾ ഇതിലൊരു പൂവുണ്ടാവും. ആ പൂവിൽ നമുക്ക് വിത്തുകളുണ്ടാവും. വിത്തുകൾ പാകി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അല്ല എങ്കിൽ ഇതിൻ്റെ തടത്തിൽ നിന്നൊക്കെ തൈ വരും. അങ്ങനെ മുളപ്പിക്കുക. എന്നിട്ട് നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച തൈകൾ നമുക്ക് ഇതേപോലെ പറിച്ച് നടാം. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നടാട്ടെ, ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നടാം നിങ്ങൾക്ക്. അപ്പം ഞാൻ ഇതേപോലെ വളർത്താനും കാണിക്കാനായിട്ടാണ്. കണ്ട ഇതേപോലെ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും നമുക്ക് പോണില്ല. ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെയുള്ള തൂണുമ്മലാണ് ഈ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇതേപോലെയുള്ള ഔഷധ ചെടികളും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെറ്റ് ചെയ്തത്. അല്ലാണ്ട് ചെടി വെക്കാനൊന്നല്ല സെറ്റ് ചെയ്തത്. അപ്പോൾ കണ്ട നല്ല രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ വളർന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് 2 ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ആഫ്രിക്കൻ മല്ലി. അപ്പോൾ ആഫ്രിക്കൻ മല്ലി എല്ലാവരും വീടുകളിൽ വെച്ചുപിടിപ്പിച്ചാൽ നല്ലതാണ്. കാരണം നമുക്ക് വിഷമടിച്ച മല്ലിയിലൊക്കെയാണ് കടകളിൽ നിന്ന് കിട്ടണത്. അപ്പോൾ നമുക്ക് വിഷമടിച്ച മല്ലിയില ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട. നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് ഈ മല്ലിയില ഉപയോഗിക്കുകയും ചെയ്യാം. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇല. അപ്പോൾ യൂറിക് ആസിഡൊക്കെ ഉള്ളവർ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതേപോലത്തെ ഇലകൾ കണ്ടില്ലേ, ഇതേപോലത്തെ നമ്മൾ ഒരു 4 ഇല എടുക്കാം. ഭയങ്കര സ്മെല്ലാണിട്ടിത്. അപ്പോൾ ഇതിൻ്റെ 4 ഇല എടുത്തിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെ ഒരു 7 ദിവസം കുടിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യൂറിക് ആസിഡ് ഉള്ളവരൊക്കെ ഇതെന്തായാലും നട്ടുപിടിപ്പിച്ചിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ശക്തിയായ പനി, തലവേദന, ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കുക. ശരീരത്തിലെ നീർക്കെട്ട് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ആഫ്രിക്കൻ മല്ലിയുടെ ഇലയിട്ട് വെള്ളം കുടിക്കണം. പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഇലയിൽ. അപ്പം നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. അപ്പം ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ചെടി നമ്മുടെ വീട്ടിൽ എന്തായാലും വെച്ചുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ ചെടികൾ വെച്ചുപിടിപ്പിക്കുക ചെയ്ത് നമുക്ക് കറികളിൽ ഉപയോഗിക്കണതിന് പുറമേയാണ് ഇത്രയേറെ ഗുണങ്ങളും ഉള്ളത്. ഇത്രയേറെ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ കറിക്കും ഒക്കെ ഇടുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ആഫ്രിക്കൻ മല്ലിയുടെയൊക്കെ ചെടി മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.